അമ്മയും മകനെയും കൊലപ്പെടുത്തിയെന്ന സംശയം ബലപ്പെടുകയാണ്. ഇടുക്കി പച്ചടിത്തോട്ടുവ കടയിൽ 15 ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ അമ്മയും മകനും കൊല്ലപ്പെട്ടു എന്നതാണ് ഇപ്പോൾ വരുന്ന സംശയം. ഇവരുടെ പുരയിടത്തിൽ കുഴിച്ചിട്ട നിലയിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ ഇളയ മകനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ജെയിനസ് രാജ് വിവരങ്ങളുമായി ചെന്നുണ്ട്. ജെയിൻ, ഇവരെ കാണാതായതിന് പിന്നാലെ ഈ ഇളയ മകൻ തന്നെയല്ലേ അക്കാര്യം പോലീസിൽ അറിയിച്ചത്? ഇപ്പോൾ എന്തൊക്കെ പരിശോധനകൾ അവിടെ തുടരുന്നു? രതീഷ്, ഈ ഏതാണ്ട് ഒരു മാസമാകുന്നു ഇവരെ കാണാതായിട്ട് എന്നുള്ളതാണ് വിവരം. ഈ 2-ാം തീയതിയാണ് 2-ാം തീയതി മുതൽ ആണ് ഇവരെ കാണാതായത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താനായി ഈ വീട്ടിലെത്തിയത്. ആ സമയത്ത് ഈ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന സ്ത്രീയുടെ ഇളയ മകൻ വീട്ടിലുണ്ടായിരുന്നു. പോലീസിനെ കണ്ട ഉടൻ തന്നെ ഇയാൾ ഓടിപ്പോവുകയായിരുന്നു. തുടർന്ന് പോലീസ് ഈ പുരയിടത്തിൽ നടത്തിയ തെരച്ചിലിലാണ് നായ്ക്കൂടിന്റെ സമീപത്ത് കുഴിച്ചിട്ട നിലയിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതിനു ശേഷമായിരിക്കും മൃതദേഹങ്ങൾ പുറത്ത് എടുക്കുക. അതിനുശേഷം മാത്രമേ ഈ കൊല്ലപ്പെട്ടത് പൊന്നൂട്ടയിൽ മേരിക്കുട്ടി, അതോടൊപ്പം തന്നെ മകൻ റെജി, ഈ രണ്ടുപേരെയാണ് കാണാതായിരിക്കുന്നത്. ഇവര് തന്നെയാണ് കൊല്ലപ്പെട്ടത് എന്ന് ഉറപ്പിക്കാൻ കഴിയൂ. എന്തായാലും ഈ മൃതദേഹം പുറത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് ഇവരെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഈ രണ്ടുപേരും അവിവാഹിതരാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം. ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ് ഇവരുടെ അച്ഛനെയും സമാനമായ സാഹചര്യത്തിൽ കാണാതായിരുന്നു. ഇപ്പോൾ ആളുകൾ ആ മിസ്സിംഗ് കേസും അല്ലെങ്കിൽ അന്ന് ഇവരുടെ പിതാവിനെ കാണാതായ സംഭവവും ഇനി കൊലപാതകമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചില സംശയം പറയുന്നുണ്ട്. എന്തായാലും പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ മൃതദേഹം പുറത്തെടുത്ത് കൊല്ലപ്പെട്ടത് മേരിക്കുട്ടിയും റെജിയുമാണ് എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. ശാസ്ത്രീയ പരിശോധന അടക്കം ചിലപ്പോൾ ഒരുപക്ഷെ വേണ്ടിവരും. കാരണം മൃതദേഹം പൂർണ്ണമായും അഴുകിയ അവസ്ഥയിലാണ്. കാലിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ പുറത്തേക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ പരിശോധന, ശാസ്ത്രീയ പരിശോധന ഫോറൻസിക് സംഘം എത്തിയതിനു ശേഷമായിരിക്കും. ജെയിനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്. ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. അമ്മയെയും മകനെയും കൊലപ്പെടുത്തിയതാണ് എന്ന സംശയം ബലപ്പെടുകയാണ്. മൃതദേഹഭാഗങ്ങൾ അവരുടെ പുരയിടത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ശാസ്ത്രീയമായ പരിശോധനയും അന്വേഷണവും ഉൾപ്പെടെ ആവശ്യമാണ്. നേരത്തെ പിതാവിനെ കാണാതെ മരണവുമായി ബന്ധപ്പെട്ടുൾപ്പെടെ ഇപ്പോൾ സംശയങ്ങൾ ഉയർന്നു വരുന്നു എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ.